ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2018 നടത്തിയ എക്സാമിൽ നിന്നുള്ള ആദ്യ 20 GK ചോദ്യങ്ങൾ. ഇപ്പോൾ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലാണെങ്കിലും നമ്മൾ ഡിഗ്രി ലെവലെല്ലാം തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചോദ്യങ്ങളെല്ലാം തന്നെ ഇതിൽ നമ്മൾ മലയാളത്തിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ചോദ്യങ്ങളെല്ലാം LDക്കും മറ്റും ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ LGS ആയാലും LD ആയാലും ഡിഗ്രി ആയാലും ഈ ചോദ്യങ്ങളെല്ലാം GK പാർട്ടെല്ലാം സെയിം മെത്തേഡിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ചോദ്യത്തിലേക്ക് കടക്കുന്നു. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് അൺഅക്കാഡമി എന്ന ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നു. ഒരു PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് അൺഅക്കാഡമി. കേരളത്തിലെ മികച്ച അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഒട്ടനവധി ബാച്ച് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ദിശ. ഇതൊരു 120 ദിവസ ബാച്ച് കോഴ്സാണ്. +2 മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തിവരുന്ന ഈ ഒരു കോഴ്സിൽ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ക്ലാസ്സുകൾ നടത്തി വരുന്നു. അടുത്ത ബാച്ച് കോഴ്സ് ദൗത്യമാണ്. ഇത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിനെ ഫോക്കസ് ചെയ്ത് കൊണ്ടിട്ടുള്ള ദൗത്യം എന്ന ബാച്ച് കോഴ്സ്. പിന്നെ ജേതാവ്, ഇത് LDC മെയിൻ എക്സാമിനെയും LGS മെയിൻ എക്സാമിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തി വരുന്നു. കൂടാതെ ഒട്ടനവധി ടെസ്റ്റ് സീരീസും ഒട്ടനവധി മോക്ക് ടെസ്റ്റ് സീരീസും നടത്തി വരുന്നു. ഈ മോക്ക് ടെസ്റ്റ് സീരീസിലൊക്കെ ഉയർന്ന മാർക്ക് മേടിക്കുന്നവർക്ക് ഒട്ടനവധി ഓഫേഴ്സും കോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഓഗസ്റ്റ് മാസത്തെ മെഗാ ബമ്പർ ഓഫർ എന്ന് പറയുന്നത് ഒരു 12 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ 2 മാസം കൂടി സൗജന്യമായി ലഭിക്കുന്നതാണ്. ഇത് ജസ്റ്റ് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, വിച്ച് ഫോറിൻ ട്രാവലർ ഹാസ് ബീൻ കാൾഡ് പ്രിൻസ് ഓഫ് മിഡീവൽ ട്രാവലേഴ്സ്? അപ്പോൾ സഞ്ചാരികളുടെ രാജകുമാരൻ എന്നാണ് ചോദ്യം. സഞ്ചാരികളുടെ രാജകുമാരൻ ആരാണ്? മാർക്കോ പോളോ. അപ്പോൾ എങ്ങനെ ഓർത്തിരിക്കും? നമ്മളിങ്ങനെ സഞ്ചരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ട മിഠായിയായ പോളോ മിഠായി കഴിച്ചാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഏത് മിഠായി? പോളോ മിഠായി കഴിച്ചാണ് നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നത്. അപ്പോൾ സഞ്ചാരികളുടെ രാജകുമാരൻ ആരാണ്? മാർക്കോ പോളോ. ഇനി നമുക്ക് കുറച്ച് രാജകുമാരന്മാരുണ്ട്, നമുക്കൊന്ന് നോക്കാം അവർ ആരൊക്കെയാണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ ആരാണ്? ഭഗത് സിംഗ്. ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്രബോസ്. സത്യാഗ്രഹികളുടെ രാജകുമാരൻ യേശുക്രിസ്തു. തീർത്ഥാടകരുടെ രാജകുമാരൻ ഹുയാൻ സാങ്. തീർത്ഥാടകരുടെ രാജകുമാരൻ ഹുയാൻ സാങ്. ശില്പികളുടെ രാജകുമാരൻ ആരാണ്? ഷാജഹാൻ. നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ മുഹമ്മദ് ബിൻ തുഗ്ലക്. കൊള്ളക്കാരുടെ രാജകുമാരൻ റോബിൻ ഹുഡ്. നിർമ്മാതാക്കളുടെ രാജകുമാരൻ ഫിറോസ് ഷാ തുഗ്ലക്. സഞ്ചാരികളുടെ രാജകുമാരൻ മാർക്കോ പോളോ. ഒന്നുകൂടി സിമ്പിളാണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ ആരാണ്? ഭഗത് സിംഗ്. ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്രബോസ്. സത്യാഗ്രഹികളുടെ രാജകുമാരൻ യേശുക്രിസ്തു. തീർത്ഥാടകരുടെ രാജകുമാരൻ ഹുയാൻ സാങ്. ശില്പികളുടെ രാജകുമാരൻ ഷാജഹാൻ. നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ മുഹമ്മദ് ബിൻ തുഗ്ലക്. കൊള്ളക്കാരുടെ രാജകുമാരൻ റോബിൻ ഹുഡ്. നിർമ്മാതാക്കളുടെ രാജകുമാരൻ ഫിറോസ് ഷാ തുഗ്ലക്. സഞ്ചാരികളുടെ രാജകുമാരൻ മാർക്കോ പോളോ. സാഹസികന്മാരുടെ രാജകുമാരൻ ആരാണ്? ഡെൻസിംഗ് നോർഗെ. യാചകരുടെ രാജകുമാരൻ ആരാണ്? മദൻ മോഹൻ മാളവ്യ. ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ കാൾ ഫെഡറിക് ഗോസ്. തത്വചിന്തകരിലെ രാജകുമാരൻ അരിസ്റ്റോട്ടിൽ. ആത്മകഥാകാരന്മാരുടെ രാജകുമാരൻ ബാബർ. കവികളിലെ രാജകുമാരൻ കാളിദാസൻ. അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ ഗോഖലെ, ഗോപാലകൃഷ്ണ ഗോഖലെ. ചിത്രകാരന്മാരുടെ രാജകുമാരൻ റാഫേൽ. നിഴലുകളുടെ രാജകുമാരൻ റംബ്രാൻഡ്. അപ്പോൾ ഇത്രയും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. രണ്ടാമത്തെ ചോദ്യം, ദ പോയിറ്റ് ലിറ്ററേച്ചർ ഓഫ് കൃഷ്ണദേവരായ ഓഫ് വിജയനഗർ വാസ്. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരുടെ പോയിറ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രശസ്തനായ വ്യക്തി ആരാണ്? അല്ലസാനി പെദണ്ണ.
അപ്പോൾ ഓപ്ഷൻ സി അല്ലസാനി പദന. അപ്പോൾ നമുക്കിവിടെ വിജയനഗര സാമ്രാജ്യം PSCയുടെ ഇഷ്ട ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, വിജയനഗര സാമ്രാജ്യം മൊത്തം 4 രാജവംശം ഏതൊക്കെയാണ്? സംഗമ, സലുവ, തുളുവ, അരവിഡു. അതിൽ തുളുവ വംശജനാണ് കൃഷ്ണദേവരായർ. ഇദ്ദേഹം തന്നെയാണ് വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായ രാജാവ്. അദ്ദേഹം ഏത് വംശമാണ്? 3ാമത്തെ വംശമായ തുളുവ. ഇനി ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു, കൃഷ്ണദേവരായർ എങ്ങനെ അറിയപ്പെടുന്നു? അഭിനവഭോജൻ, ആന്ധ്രഭോജൻ. ഇനി ഇദ്ദേഹത്തിൻ്റെ 8 പ്രമുഖ കവികൾ ഉൾപ്പെട്ട ആൾക്കാരെ പറയുന്നു. ഏതാണ്? അഷ്ടദിഗ്ഗജങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനിയാണ് നമ്മുടെ അല്ലസാനി പദണ്ണ. ഇദ്ദേഹം തെലുങ്ക് കവിതയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? തെലുങ്ക് കവിതയുടെ പിതാവ് ആരാണ്? അല്ലസാനി പദണ്ണ. അടുത്ത ചോദ്യം, നെയിം ദ ഗവർണർ ജനറൽ വെൻ ദ 1857 റെവല്യൂട്ട് ബ്രോക്ക് ഔട്ട്. അതായത് 1857 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സമയത്തെ ഗവർണർ ജനറൽ ആരാണ്? ലോർഡ് കാനിങ്. അപ്പോൾ കാനിങ് പ്രഭു. അതായത് എങ്ങനെ ഓർത്തിരിക്കും? ഈ ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത്. ആ സമയത്ത് നമ്മുടെ രാജാവ് ഗവർണർ ജനറൽ ഒരു ക്യാനും തൂക്കി നടന്നു എന്നെങ്കിലും ഓർക്കുക. ദ പൂന പാക്ട് എയിംഡ് അറ്റ് ഓപ്ഷൻ ബി റെപ്രസെൻറ്റേഷൻ ഓഫ് ലോവർ കാസ്റ്റ്. അപ്പോൾ ലോവർ കാസ്റ്റിനുമായി ബന്ധപ്പെട്ട ഒരു പാക്റ്റാണ് ഏത്? പൂന പാക്ട്. അപ്പോൾ എന്താണ് ബേസായിട്ടെന്ന് പറഞ്ഞാൽ, അതായത് കമ്മ്യൂണൽ അവാർഡ്, അതാണ് ഈ പൂന പാക്റ്റിലേക്ക് അല്ലെങ്കിൽ പൂന ഉടമ്പടിയിലേക്ക് എത്തിച്ചത്. അതായത് ഈ വട്ടമേശ സമ്മേളനത്തിൽ ഈ അധസ്ഥിതർക്ക്, അതായത് താണ ജാതിക്കാർക്കും താണ വിഭാഗങ്ങൾക്കും പ്രത്യേക നിയോജക മണ്ഡലം വേണമെന്ന് ആര് പറഞ്ഞു? അംബേദ്കർ. അതിനെ തുടർന്ന് 1932 കമ്മ്യൂണൽ അവാർഡ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസെ മക്ഡൊണാൾഡ് ഏർപ്പെടുത്തി. അപ്പോൾ ഇതിന് അംബേദ്കറാണ് കൂട്ടുനിന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി ഇങ്ങനെ ഒരു മൈനോറിറ്റിക്കാർക്ക് ഒരു സംവരണം, പ്രത്യേക നിയമസഭാ മണ്ഡലം രൂപീകൃതമായി. എന്നാൽ ഇത് ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഇതിനെ എതിർത്തു. ഇദ്ദേഹം പൂനെയിലെ എർവാദ ജയിലിൽ നിരാഹാര സമരം ആരംഭിച്ചു. അങ്ങനെ 1932 സെപ്റ്റംബർ 24 പൂന പാക്ട് അല്ലെങ്കിൽ പൂന കരാർ ഒപ്പുവെച്ചു. ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? എതിർഭാഗത്ത് അംബേദ്കറാണ്. ഗാന്ധിജിയുടെ ഭാഗത്ത് മദൻ മോഹൻ മാളവ്യയാണ് അദ്ദേഹത്തിൻ്റെ അനുയായിയായി ഇതിൽ ഒപ്പുവെച്ചത്. അടുത്ത ചോദ്യം, ദാദാഭായ് നവറോജി ഫസ്റ്റ് പുട്ട് ഫോർവേഡ് ഹിസ് തിയറി ഓഫ് ഡ്രെയിൻ ഓഫ് വെൽത്ത് ഇൻ ഹിസ് പേപ്പർ. അതായത് ദാദാഭായ് നവറോജിയുടെ ഏത് പേപ്പറിലാണ് അദ്ദേഹത്തിൻ്റെ ഡ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തം ആദ്യം പ്രസിദ്ധീകരിച്ചത്? ഏതിലാണ്? ഓപ്ഷൻ ബി എഴുതി തെറ്റിക്കരുത്. ഓപ്ഷൻ ഡി ആണ്. ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന പേപ്പറിലാണ്. എന്നാൽ പുസ്തകം ആണ് ചോദിച്ചതെങ്കിൽ ഏതെഴുതണം? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പോൾ ഓപ്ഷൻ ചോദ്യവും ഉത്തരവും വ്യക്തമായി തന്നെ പഠിക്കുക. വേൾഡ് ഡയബറ്റിക്സ് ഡേ വാസ് ഒബ്സർവ്ഡ് എന്നാണ്? നവംബർ 14. എങ്കിൽ ജൂലൈ 1 എന്താണ്? ഡോക്ടേഴ്സ് ദിനം. നാഷണൽ ഫിലിം ആർക്കീവ് ഓഫ് ഇന്ത്യ NFAA ഹാസ് റീജിയണൽ സെൻറ്റേഴ്സ് കൊൽക്കത്ത, ബാംഗ്ലൂർ ആൻഡ്. അപ്പോൾ NFAA എവിടെയൊക്കെയാണുള്ളത്? കൊൽക്കത്ത, ബാംഗ്ലൂർ ആൻഡ് ഓപ്ഷൻ എ തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി? IG-യുടെ പിതാവ് ആരാണ്? ക്ലൗഡ് ഷാനൻ. അപ്പോൾ ഓപ്ഷൻ എ ക്ലൗഡ് ഷാനൻ. എങ്കിൽ പറയുക, റിച്ചാർഡ് സ്റ്റാൾമാൻ ആരാണ്? സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ ഉപജ്ഞാതാവാണ് റിച്ചാർഡ് സ്റ്റാൾമാൻ. സെയ്മർ ക്രേ ആരാണ്? സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ്. ഹൂ ഈസ് ദ ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട്? ഇപ്പോഴത്തെ തമിഴ്നാട് CM ഇപ്പോഴത്തെ ആരാണ്? MK സ്റ്റാലിൻ. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ ഒന്ന് ഓർത്തിരിക്കുക, ആരാണ്? MK സ്റ്റാലിൻ ഇപ്പോഴത്തെ തമിഴ്നാട് CM. തമിഴ്നാട്ടിൽ എത്ര ജില്ലകളുണ്ടെന്ന് ചോദിച്ചാൽ നേരത്തെ 33 ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്, 37 ജില്ലകൾ. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അവിടുത്തെ ഗവർണർ ആരാണ്?
ബൻവാരിലാൽ പുരോഹിത് ഒരു പുരോഹിതനാണെന്നെങ്കിലും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഹൂ ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഇസ്രായേൽ? ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ആരാണ്? ഐസക് ഹെർസോഗ്. ഓപ്ഷനിലില്ല, ഐസക് ഹെർസോഗ്. എന്നാൽ പ്രധാനമന്ത്രി ആരാണ്? നാഫ്റ്റലി ബെനറ്റ്. അപ്പോൾ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും പ്രധാനമന്ത്രി നാഫ്റ്റലി ബെനറ്റും. ഇന്ത്യ ഫസ്റ്റ് ബാങ്കിങ് റോബോട്ട് നെയിംഡ് ഏതാണ്? ലക്ഷ്മി. ന്യൂ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ ആരാണ്? ഇപ്പോൾ ഉള്ളത് 48ാമത്തേത് NV രമണ. അപ്പോൾ ഇപ്പോഴത്തെ അതെല്ലാം ഇനിയും ചോദിക്കാം. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? 48ാമത്തെ വ്യക്തിയായ NV രമണ. ബ്രിക്സ് ലീഡേഴ്സ് സൈൻ ദ അഗ്രിമെൻറ്റ് ഓഫ് എസ്റ്റാബ്ലിഷ് എ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് അറ്റ് എ സബ്മിറ്റ് ഹെൽഡ്. അതായത് ND ബാങ്ക് ന്യൂ ഡെവലപ്മെൻറ്റ് അത് രൂപീകരിക്കാൻ കാരണമായ മീറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി, ഫോർട്ടലിസ ബ്രസീൽ. അപ്പോൾ ബ്രസീലിൽ നടന്ന 2014 നടന്ന ആ ഒരു സംയുക്ത മീറ്റിങ്ങിലാണ് ഈ NDB ബാങ്ക് രൂപീകരിക്കാൻ കാരണമായത്. അപ്പോൾ എങ്കിൽ ഈ ബാങ്ക് രൂപീകരിച്ച വർഷവും ഒന്ന് ഓർത്തിരിക്കുക, 2014. അതെങ്കിലും ഒന്ന് ഓർത്തിരുന്നാൽ ഇതിൻ്റെ ആൻസർ നമുക്ക് ലഭിക്കും. അടുത്ത ചോദ്യം, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ഡിസൈഡ് ടു ഒബ്സർവ് ഗുഡ് ഗവേണൻസ് ഡേ ബൈ ദ ബർത്ത്ഡേ ഓഫ് ആരാണ്? ഡോക്ടർ എ ബി വാജ്പേയി. അപ്പോൾ ഗുഡ് ഗവേണൻസ് ഡേ അതായത് നല്ല ഭരണ ദിനം അതെന്നാണ്? ഡിസംബർ 25. അന്ന് ആരുടെ ജന്മദിനം? AB വാജ്പേയി. ഇന്ത്യ ബീറ്റ് വിച്ച് കൺട്രി ടു വിൻ ദ 2016 വുമൻസ് 2020 ഏഷ്യ കപ്പ്? ആരാണ്? പാകിസ്ഥാൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റെഗുലേറ്റർ ഓഫ് ദ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഇൻ ഇന്ത്യ? ഏതാണ്? സെബി. അപ്പോൾ ഇന്ത്യയുടെ നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് എല്ലാം അത് റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? നിയന്ത്രിക്കുന്നത് സെബി. സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഓർത്തിരിക്കുക ആരാണ്? അജയ് ത്യാഗി. ഇനി സെബിയുടെ ഫുൾ ഫോം എന്താ? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ദ ന്യൂ നെയിം ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഏതാണ്? നീതി ആയോഗ്. നിലവിൽ വന്നു 2005 ജനുവരി 1, 2015 ജനുവരി 1. ദ കൺസെപ്റ്റ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രാറ്റർണിറ്റി എൻഹാൻസ്മെൻറ്റ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഇൻസ്പയർഡ് ഫ്രം. അതായത് സ്വാതന്ത്ര്യ, സമത്വം, സഹോദര്യം അത് ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ. വേൾഡ് എക്കണോമിക് റിപ്പോർട്ട് ഈസ് പബ്ലിഷ്ഡ് ബൈ IMF. അപ്പോൾ ഇത് പ്രത്യേകം പഠിക്കുക. വേൾഡ് എക്കണോമിക് റിപ്പോർട്ട് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്? IMF. IMF ഫുൾ ഫോം എന്താണ്? ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. രൂപീകൃതമായി 1944. ഇത് വേൾഡ് ബാങ്കും IMFും ചേർന്ന് എന്താ അറിയപ്പെടുന്നത്? ബ്രിട്ടൻ വുഡ്സ് ഇരട്ടകൾ എന്നും അറിയപ്പെടുന്നു. അന്ത്യോദയ സ്കീം ഈസ് മീൻ ടു ഹെൽപ്പ് പുവറസ്റ്റ് ഓഫ് ദ പുവർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. അതായത് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്കുള്ളതാണ്. ഏതാണ്? AAY അന്ത്യോദയ അന്നയോജന പ്രോഗ്രാം. അപ്പോൾ ഇത് നിലവിൽ വന്നു എന്നാണ് 2000 ഡിസംബർ 25. അപ്പോൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ 20 അപ്പോൾ ഇതെല്ലാം ഇംഗ്ലീഷിലാണെങ്കിലും ഇതെല്ലാം LDക്കൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ചോദ്യങ്ങൾ ഒട്ടനവധിയുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.